പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഒരു 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 നമ്മുടെ ജീവിതത്തിൽ ഡെയിലി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ആണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ലോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ രീതിയിൽ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരണം, എല്ലാവർക്കും ഒന്ന് അറിയണം എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഈ സഹായം നമുക്കൊരാളൊരു ഹെൽപ്പ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത്, ഹെൽപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യണം. ഇപ്പം അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷൻ എന്നൊരു ഭയങ്കര സംഭവമാണ്. കോമ്പറ്റീഷൻ എവിടെയും കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്യുകയാണ്. പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. പല തരത്തിലൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ പല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ജോലി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഇപ്പോൾ അടുത്ത നമ്മളായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പല പല കാര്യങ്ങളും ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരിക്കാം. ഹെൽപ്പ് ചെയ്യാണ്ട് തോന്നിക്കുന്ന ചില അവസ്ഥകളുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ചെയ്യുക, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഇപ്പൊ നമ്മളൊരാളുടെ കയ്യിൽ നിന്നൊരു എന്താ പറയുക, ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഔദാര്യം നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ അയാളത് ചെയ്തു തരും. അപ്പം സ്ഥിരം അങ്ങനെ നമുക്കിങ്ങനെ സഹായങ്ങൾ ചെയ്യുമ്പം അതിനകത്തുനിന്ന് അത് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ആൾക്കാരും ഈ സഹായം ചെയ്യുന്ന ആൾക്കാരും പലതും പ്രതീക്ഷിക്കും. നമുക്കൊരാളെ സ്ഥിരം സഹായം ചെയ്യുമ്പോൾ നമുക്ക് അയാളോട് പിന്നെ അയാൾ എന്ത് ചെയ്താലും നമുക്ക് നോ എന്നൊരു വാക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ അവർ ഉദ്ദേശം അതായിരിക്കാം. ഇപ്പൊ എന്നെ ഒരാൾ സ്ഥിരം സഹായിക്കുകയാണ്, അയാൾ വളരെ നല്ലോണം നാളെ അയാൾ എൻ്റെ അടുത്തൊക്കെ കാര്യം പറയാണ്, അതായത് ഒരു വഴിവിട്ട കാര്യം പറയണം, അല്ലെങ്കിൽ അപ്പൊ നമുക്ക് അതിനകത്ത് നോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കും പലരും. ചില ആൾക്കാർ എന്ത് ചെയ്യും, ചില ആൾക്കാർ നമ്മളിൽ നിന്ന് അതിൽ അധികം പ്രതീക്ഷിക്കും. സഹായം ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് അതിന്റെ ഇരട്ടി നമ്മുടെ കയ്യിൽ നിന്ന് മുതലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ ഒന്നും പ്രതീക്ഷിക്കാതെ, അതായത് എനിക്കൊന്നും വേണ്ട. 95% ആൾക്കാരും സഹായം നമുക്ക് തരുമ്പോൾ ഉറപ്പായിട്ടും അവർ അതിൽ നിന്ന് എന്തോ വലുത് അറ്റ്ലീസ്റ്റ് കിഡ്നി എങ്ങനെ കണ്ടിട്ടായിരിക്കും, ഇന്നത്തെ കാലത്ത് കിഡ്നി എങ്ങനെ കണ്ടിട്ടായിരിക്കും നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരാണ് സഹായിക്കുന്നതല്ല, പക്ഷെ ഒരു പരിധി കൂടുതൽ നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് സഹായം, ഒരു പരിധി കൂടുതൽ സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ നാളെ നമുക്ക് അവരോടെ നോ എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അതിൽ നമ്മൾ പെട്ടുപോകും. നമുക്ക് പലതും അവർക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊരു ജീവിതത്തിൽ എടുക്കേണ്ട വലിയൊരു പാഠമാണ്. മനസ്സിലായോ? നമ്മളെ ഒരാൾ അമിതമായിട്ട് സഹായിച്ച് കാണാൻ കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് അവരെന്തെങ്കിലും പ്രതീക്ഷിക്കും. നാളെ അവർ പറയുന്ന കാര്യത്തിന് നോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാവും. ഇതൊന്ന് മനസ്സിൽ കുറിച്ചിടുക. ഇതൊരു ചെറിയ കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്.